ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് ബോർഡ് സിലബസിൻ്റെ തേർഡ് ചാപ്റ്ററിൽ, അതായത് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു നേച്ചറിലേക്ക് നോക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും പുറത്തേക്ക് നോക്കുന്നത് ഒരു സന്തോഷമാണല്ലോ. നല്ല പച്ചപ്പും പൂക്കളും ചെടികളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടും. അപ്പോൾ ആ കളേഴ്സ് കാണുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനി എങ്ങനെയാണ്, എന്ത് കണ്ടാലും അതിലൊരു സയൻസ് ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഓരോ പൂവിനും ഓരോ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മൾ സെയിം കണ്ണുപയോഗിച്ചിട്ട് എല്ലാം നോക്കുന്നത്. പക്ഷേ ഓരോ പൂവിനും എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ കളേഴ്സ് കിട്ടുന്നത്? അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ, ഡെഫിനറ്റ് ആയിട്ടും അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പതിയെ പതിയെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകാം. നമ്മൾ റിഫ്രാക്ഷനെ പറ്റിയിട്ട് പറഞ്ഞു. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്ത് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം ആണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് പടത്തിൽ ഒരു ഗ്ലാസ് പ്രിസം കാണാം. അതിൽ നമുക്ക് കാണാം, ഒരു ടോർച്ച് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റേ ഓഫ് ലൈറ്റിനെ പ്രിസത്തിൻ്റെ ഒരു സൈഡിലേക്ക് കടത്തിവിടാം. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിങ്ങൾ നോക്കൂ, ഈ ഒരു പോയിന്റിൽ എങ്ങനെയാണ് ലൈറ്റ് റേ സംഭവിച്ചത്? അത് നേരെ ഇതുപോലെ ഇങ്ങനെ കടന്നു പോവാണോ ചെയ്തത്? അല്ല അല്ലേ? അത് അവിടെ വെച്ച് എന്ത് ചെയ്തു? അത് ബെൻഡ് ചെയ്തു. എങ്ങോട്ടാണ്? ഇവിടെയാണ് നോർമൽ എങ്കിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, നോർമലിൻ്റെ അടുത്തേക്ക് അത് ബെൻഡ് ചെയ്തല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അത് ഇപ്പുറത്തെ സർഫസിലേക്ക് ചെന്നു. അവിടെ വെച്ചിട്ട് അത് അടുത്ത എയർ എന്ന് പറഞ്ഞ മീഡിയത്തിലേക്ക് അത് വീണ്ടും പോവാണ്. അപ്പോൾ ഈ സർഫസിൽ വെച്ച് എന്താ ലൈറ്റിന് സംഭവിച്ചേ? എഗെയിൻ അത് ബെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ബെൻഡ് ചെയ്തത്? ബെൻഡ് അവേ ഫ്രം ദ നോർമൽ അല്ലേ? നോർമലിൻ്റെ അടുത്തുനിന്ന് അകന്ന് പോവാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റേനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതാണ് നമ്മളുടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഇതെന്ത് റേ ആണ്? ഇതാണ് നമ്മളുടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. അതുപോലെ ഇത് റേ ആണ്, ഇതാണ് നമ്മളുടെ എമർജൻറ്റ് റേ എന്ന് പറയുന്നത്. എമർജൻറ്റ് റേ. അപ്പോൾ ഒരു ലൈറ്റ് ഒരു പ്രിസത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴും ലീവ് ചെയ്യുമ്പോഴും, പ്രിസത്തിൽ നിന്ന് ലീവ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുകയാണ്? ബേസിൻ്റെ അടുത്തേക്ക് അത് ഡീവിയേറ്റ് ചെയ്യാണ് അല്ലേ? എന്തുകൊണ്ടാണ് കാരണം? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനയാണ് അതിന് കാരണം. ഇനി ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൺലൈറ്റ് പല കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിന ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയേ, നമ്മൾ അകലെയുള്ള ഒരു സണ്ണിൻ്റെ റേനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാണ്. ഒരു പ്ലെയിൻ മിറർ യൂസ് ചെയ്തിട്ട് സണ്ണിൻ്റെ റേനെ നമ്മൾ ഡയറക്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിനെ ജസ്റ്റ് ഒരു സ്മോൾ ഹോളിൽ കൂടെ പ്രിസത്തുമ്മയ്ക്ക് അടുപ്പിക്കുകയാണ്. സൺലൈറ്റിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്തു? ഒരു ചെറിയ ഹോളിൽ കൂടെ നമ്മൾ പ്രിസത്തുമ്മയ്ക്ക് അതിനെ അടുപ്പിക്കുകയാണ്. പ്രിസത്തിലെത്തി എന്ത് ചെയ്തു? അത് ഡെഫിനറ്റ്ലി പ്രിസത്തിൻ്റെ ഒരു സർഫസിൽ എത്തുമ്പോൾ അത് റിഫ്രാക്റ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒറ്റ റേ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ലൈറ്റ് റേ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിച്ചു? അത് സ്പ്ലിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. സ്പ്ലിറ്റ് ചെയ്ത് ഇതിലിപ്പോൾ 2 റേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് ഒരുപാട് തവണ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നപ്പോൾ അത് ആ എല്ലാ റേസും റിഫ്രാക്ട് ചെയ്തിട്ട് തന്നെയാണ് പോണത്, അല്ലാണ്ട് നേരെ ഇങ്ങനെ അങ്ങോട്ട് കടന്നു പോകാനല്ലോ ചെയ്യണമല്ല. അവർ റിഫ്രാക്ട് ചെയ്തിട്ട് ഇതേ പുറത്തേക്ക് വന്നു. ഇവിടെ റെഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വയലറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആരൊക്കെ ഉണ്ട്? ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ഇവരെല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ കളേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം, ഇതിൽ പുറത്തേക്ക് വന്നതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബെൻഡ് ആയിട്ടുള്ളത്? വയലറ്റ് ആണ് കൂടുതൽ ബെൻഡ് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്തിട്ടുള്ളത്. റെഡിനാണ് ബെൻഡിങ് കുറച്ച് കുറവ്. അപ്പോൾ റെഡ് ലീസ്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ വീണ്ടും പറയും, പക്ഷെ ഞാൻ ഇപ്പം പടം കണ്ടപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. റെഡ് ലീസ്റ്റ് ആയിട്ടാണ് ബെൻഡ് ചെയ്തത്, വയലറ്റ് മോസ്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്തു. നന്നായി വയലറ്റ് ബെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബെൻഡിങ്ങും ഡിഫറെൻ്റ് ആണല്ലേ? അപ്പോൾ ആ കളറിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ കളറിനും അവരെ വ്യത്യസ്തപ്പെടുത്തുന്ന എന്തോ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവരുടെ ഈ ബെൻഡിങ് ഡിഫറെൻ്റ് ആയത്. അപ്പോൾ നമുക്ക് വഴിയേ കാണാം. അപ്പം ഇവിടെ നമ്മൾ സൺലൈറ്റിനെ ഒരു നാരോ സ്ലിറ്റിൽ കൂടെ, ഒരു കുഞ്ഞു വഴിയിലൂടെ കടത്തി പ്രിസത്തുമ്മയ്ക്ക് ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല കളേഴ്സ് ആയിട്ട് മാറി, റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യുകയും ചെയ്തു അല്ലേ? അപ്പം സൺലൈറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ഡിഫറെൻറ്റ് കളേഴ്സ്.
The orderly arrangement of the component colors in white light is called the spectrum. അപ്പോൾ ഈ ഓർഡർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് അതിനെയാണ് ഈ വൈറ്റ് ലൈറ്റിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓർഡർ ആയിട്ട് തോന്നിയ പോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ ഗ്രീനിന് ഫസ്റ്റ്, യെല്ലോന് സെക്കൻഡ്, പിന്നെ വയലറ്റ്, പിന്നെ ബ്ലൂ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആര് എക്സ്പെരിമെന്റ് ചെയ്താലും ഈ സെയിം ഓർഡറിലാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഓർഡർലി അറേഞ്ച്മെന്റ് ആരുടെ വൈറ്റ് ലൈറ്റിന്റെ കമ്പോണന്റ് കളേഴ്സിന്റെ ഈ ഓർഡർലി അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെക്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ആയിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ്, എവിടെ നമ്മൾ ചെയ്താലും ഇതുപോലെ തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഒരു ജനറൽ ഡിസ്പേർഷൻ നമുക്ക് എങ്ങനെ പറയാം? ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. വൈറ്റ് ലൈറ്റിനെ അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഫിനോമിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്പേർഷൻ എന്ന് പറയാം. ഇനി നമ്മൾ പറഞ്ഞു ആ ഒരു ഇതിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോയി. റെഡിന്റെ ഡീവിയേഷൻ ഡിഫറെന്റ് ആയിരുന്നു, വയലറ്റിന്റെ ഡീവിയേഷൻ ഡിഫറെന്റ് ആയിരുന്നു, കറക്റ്റ്. അവരുടെ ബെൻഡിങ്ങും ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് അവർ ഡീവിയേഷൻ ഡിഫറെന്റ് ആക്കാൻ കാരണമായിട്ടുള്ളത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? എന്തുകൊണ്ടാണ് ഡീവിയേഷൻ വേറെ വേറെ ആയി വന്നത്? ഒന്ന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. അവർ ഏത് മീഡിയത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡെഫിനറ്റ് ആയിട്ടും അവരെന്തോരം ബെൻഡ് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ദ കളർ ഓഫ് ലൈറ്റ്. ആ ഒരു ലൈറ്റിന്റെ കളർ, ഓരോ കളേഴ്സിന്റെയും വേവ് ലെങ്ത്. അപ്പൊ നിങ്ങൾ നോക്ക്, വയലറ്റിന്റെ വേവ് ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 380 to 440 നാനോമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 380 to 440 440 നാനോമീറ്റർ ആണ് വയലറ്റ് എന്ന് പറഞ്ഞ കളറിന്റെ. താഴേക്ക് പോകും തോറും നമുക്ക് കാണാം ഇൻക്രീസ് ചെയ്താണ് വരുന്നത്, അല്ലേ? അപ്പൊ റെഡിന്റെ നോക്ക് 620 to 750 നാനോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് വേവ് ലെങ്ത്. അപ്പൊ റെഡിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലും വയലറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറവുമാണ്. ഇപ്പൊ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇതാണ് നമ്മുടെ കളറിന്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അത് എന്ത് ഓർഡറിലാണ്? അവരുടെ വേവ് ലെങ്ത് ഓർഡറിലാണ്, വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. വയലറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിഗോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂ കഴിഞ്ഞാൽ ഗ്രീൻ കഴിഞ്ഞാൽ യെല്ലോ കഴിഞ്ഞാൽ ഓറഞ്ച് കഴിഞ്ഞാൽ റെഡ്, അല്ലേ? അപ്പൊ റെഡിനാണ് ഹയർ വേവ് ലെങ്ത്, വയലറ്റിനാണ് ലോവർ വേവ് ലെങ്ത്. ഇനി ഇവിടെ നോക്ക്, അപ്പൊ കുറവ് വേവ് ലെങ്ത് ഉള്ള വയലറ്റ് ആണ് എന്ത് ചെയ്തത്? കൂടുതൽ ബെൻഡ് ചെയ്തത്. എന്നാലോ കൂടുതൽ വേവ് ലെങ്ത് ഉള്ള റെഡോ അത് ലീസ്റ്റ് ആണ് ബെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വേവ് ലെങ്ത് കൂടുമ്പോൾ ബെൻഡിങ് എന്ന് പറയുന്നത് കുറവായിരിക്കും, അതിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും, കറക്റ്റ്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യും. ഒരു സർഫസിലാണോ? പ്രിസത്തിന്റെ 2 സർഫസിൽ അത് റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യും. ഈ എന്തോരം ഇത് റിഫ്രാക്ട് ചെയ്യും എന്നുള്ളത്, ആ ഡീവിയേഷൻ എന്തോരാണെന്നുള്ളത് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൽ റെഡ് എന്ന് പറയുന്നതിനായിരിക്കും ഏറ്റവും കുറവ് ഡീവിയേഷൻ, കാരണം അതിന്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ബാക്കി ഓരോ കളേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലാണ് പെടുന്നത്, അല്ലേ? അതിൽ ലീസ്റ്റ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന റെഡും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന വയലറ്റിന്റെയും ഇടയിലാണ് ബാക്കി എല്ലാ കളേഴ്സും വരുന്നത്, കറക്റ്റ്. ഇനി അപ്പോൾ നോക്ക്, വെൻ ലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം, ഗ്ലാസ് പ്രിസം, ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ. എവിടെയാണ്? അറ്റ് ദ 2 റിഫ്രാക്റ്റിംഗ് സർഫസസ് ഓഫ് ദ പ്രിസം. 2 ഫേസ് ഉണ്ട്, റിഫ്രാക്റ്റിംഗ് ഫേസസ് ഉണ്ട്. ആ 2 റിഫ്രാക്റ്റിംഗ് ഫേസസിലും അതെന്ത് ചെയ്യും? റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യും. അത് എന്തോരം ഡീവിയേറ്റ് ചെയ്യും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? വേവ് ലെങ്ത്തിനെയാണ്, ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ റെഡ് എന്ന് പറയുന്നത് കുറച്ചും ഡീവിയേറ്റ് ചെയ്യുള്ളൂ, കാരണം അതിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. ബാക്കി എല്ലാ കളേഴ്സും റെഡിന്റെയും വയലറ്റിന്റെയും ഇടയിലാണ് പെടുന്നത്. ഓക്കെ, ഇനി ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഈസ് നോൺ ആസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കളേഴ്സ് കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ലൈറ്റ്. ആ ലൈറ്റിൽ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സൺലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ട്? അതിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് ലൈറ്റ് എന്ന് പറയാം? കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഇസ് എ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരുപാട് കളേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കളേഴ്സ് കൂടി ചേർന്നിട്ടുള്ളതാണ് കോമ്പോസിറ്റ് ലൈറ്റ്. ഇനി ഒരു കളറുള്ള ലൈറ്റിനെ നമ്മൾ പറയുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി കളേഴ്സ് കൂടി ചേർന്നിട്ടുള്ളത് കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കോമ്പോസിറ്റ് ലൈറ്റിനെ അതിനെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട്, ഇപ്പൊ നമ്മളുടെ വൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 7 കളേഴ്സ് ആക്കി മാറ്റി അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആയിട്ടുള്ള 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതാണ് അതിന്റെ കമ്പോണന്റ് കളേഴ്സ്. ആ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി റെയിൻബോ, ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താണ്, നാച്ചുറൽ ഫിനോമിനയാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും കാണാൻ നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇവൻ ആ സോപ്പിന്റെ ബബിളിൽ വരെ വരുന്ന, സോപ്പിന്റെ പതേമൽ വരുന്ന റെയിൻബോ വരെ കാണാനായിട്ട് ഭയങ്കര ഒരു എന്തോ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. അപ്പൊ ഈ റെയിൻബോ എന്ന് പറയുന്നത്, റെയിൻബോ ഫോം ചെയ്യുന്നത് ഒബ്വിയസ്ലി ഒരു മഴ കഴിഞ്ഞിട്ടാണ്. മഴ കഴിഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ പതിയെ അവിടെ തല ഉയർത്തി വരുന്ന സമയത്താണ് റെയിൻബോ നമുക്ക് കാണാൻ പറ്റുന്നത്. റെയിൻബോ എവിടെയാണ് ഫോം ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ സൺ. സണ്ണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, മഴയ്ക്ക് ശേഷം അറ്റ്മോസ്ഫിയറിൽ ഡെഫിനറ്റ് ആയിട്ടും ആരുണ്ട്? വാട്ടർ ഡ്രോപ്ലെറ്റുകൾ ഉണ്ടാവും, മഴത്തുള്ളികൾ ഉണ്ടാവും. ഈ മഴത്തുള്ളികൾ കുഞ്ഞു പ്രിസങ്ങളായിട്ട് ആക്ട് ചെയ്യും. ദേ ആക്ട് ആസ് ടൈനി പ്രിസംസ്. ഓക്കെ, ചെറിയ പ്രിസങ്ങളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ റെയിൻ ഡ്രോപ്പിലേക്ക് നമ്മുടെ സൺലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ അവിടെ നടക്കും? പ്രിസമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഡെഫിനറ്റ് ആയിട്ടും ആ ഇൻസിഡന്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ റിഫ്രാക്ഷൻ സംഭവിക്കും. പിന്നെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടു എന്ത് സംഭവിക്കും? അവിടെ ഡിസ്പേർഷൻ നടക്കും അല്ലേ. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ഡിസ്പേർഷൻ നടക്കും. ഈ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള ലൈറ്റ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കുകയാണ്? എഗെയിൻ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇന്റേണൽ റിഫ്ലക്ഷൻ കൂടെ നടക്കുന്നുണ്ട്. നോർമലി നമ്മൾ പ്രിസം വരയ്ക്കാണ്, ലൈറ്റ് റേ വരുന്നു, രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ ഇതാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കി, ഇതാണ് ഒരു വാട്ടർ ഡ്രോപ്പ്. അപ്പോൾ ഇവിടെ വന്നു, ഇതാ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് അതിന് എന്ത് സംഭവിക്കുകയാണ്? ഈ പോയിന്റിലും വെച്ചിട്ട് അവർ ഇന്റേണലി റിഫ്ലക്ട് ചെയ്ത് തൊട്ടടുത്ത പോയിന്റിലേക്ക് പോവാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? റിഫ്രാക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ കാര്യം ഇവിടെ നടക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ നമുക്ക് പറയാം 2 തവണ റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു, 1 തവണ ഇന്റേണൽ റിഫ്ലക്ഷനും അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്ക്, എ റെയിൻബോ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. നമ്മൾ റെയിൻബോ കാണുമ്പോൾ സണ്ണ് നമ്മുടെ പുറകിലായിരിക്കും, സൺ വിൽ ബി ബിഹൈൻഡ് us. ഓക്കെ, അതുപോലെ റെയിൻബോ എന്ന് പറയുന്നത് സണ്ണിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഈ സൺ റേസ് വന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് തട്ടി അവിടെയാണ് എന്ത് നടക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ. അപ്പൊ എ റേ ഓഫ് സൺലൈറ്റ് പാസിംഗ് ത്രൂ എ വാട്ടർ ഡ്രോപ്ലെറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ട്വൈസ്. 2 തവണ അത് റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്, 1 തവണ ഇന്റേണൽ റിഫ്ലക്ഷനും അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. നമ്മൾ ആരെങ്കിലും പോയിട്ട് കുറച്ച് സൺലൈറ്റ് അവിടെ നിർത്ത് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിലേക്ക് ഇടുന്നല്ലോ, നാച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ റെയിൻബോ എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആണ്. എന്തിൻ്റെയൊക്കെ? റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, അതുപോലെ തന്നെ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് ആര്? റെയിൻബോ. ഇനി അടുത്തത് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ കളേഴ്സിന്റെ റീകോമ്പിനേഷൻ അതിങ്ങനെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പ്രിസം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ലൈറ്റിനെ അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് പ്രിസത്തിൽ കാണുന്നത്. ഒരു കോമ്പോസിറ്റ് ലൈറ്റിനെ ഒരു ചെറിയ സ്ലിറ്റിലൂടെ നമ്മൾ കടത്തിവിട്ടു. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ കടത്തിവിട്ടു. അതെന്ത് ചെയ്തു? റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്ത്, ഡിസ്പേർഷൻ അണ്ടർഗോ ചെയ്ത്, അടുത്ത സർഫസിൽ നിന്ന് വീണ്ടും റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അതാണ് നടന്നത്. അവിടെ നമ്മൾ ഒരു ഇൻവേർട്ടഡ് പൊസിഷനിൽ വേറൊരു പ്രിസം വെക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ നിന്ന് റിഫ്രാക്ട് ചെയ്ത് പുറത്തേക്ക് വന്ന ലൈറ്റ് റേ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ കടന്ന് എന്ത് സംഭവിക്കുകയാണ്? അവര് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. അപ്പൊ ദ റേസ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഫ്രം ദ ഫസ്റ്റ് പ്രിസം അണ്ടർഗോസ് എ ഡീവിയേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബൈ ദ സെക്കൻഡ് പ്രിസം. അപ്പോൾ ആദ്യത്തെ പ്രിസത്തിൽ നടന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡീവിയേഷൻ നടന്ന് സെക്കൻഡ് പ്രിസത്തിലേക്ക് ഗൈഡ് ചെയ്ത് പോവാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് അവരെന്ത് ചെയ്യും? കളേഴ്സ് ഒക്കെ റീകമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് എന്ത് ലൈറ്റ് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പോൾ ഒരു പ്രിസം വെച്ച് അതിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു പ്രിസം ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചാൽ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് നമുക്ക് നടത്താൻ പറ്റും. വൈറ്റ് ലൈറ്റിന്റെ ഫസ്റ്റ് പ്രിസം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് പ്രിസം അതിന് എന്ത് ചെയ്യാണ്? റീകമ്പൈൻ ചെയ്യിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ സ്പെക്ട്രം പറഞ്ഞു അല്ലേ. അതെന്താണ്? ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് ആണല്ലേ. ആ കോമ്പോസിറ്റ് കളേഴ്സിന്റെ ഒരു ഓർഡർലി അറേഞ്ച്മെന്റിനെയാണ് സ്പെക്ട്രം എന്ന് നമ്മൾ പറഞ്ഞത്. ഓർഡർ ആയിട്ട് അടുക്കി ഒതുക്കി വെച്ചിട്ടുള്ളത്
അല്ലേ? ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ സൺലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അവർ മാത്രമേ ഉള്ളൂ? അല്ല, വേറെയും ആൾക്കാരുണ്ടല്ലേ. അപ്പൊ ഈ സൺലൈറ്റിലുള്ള മറ്റു റേസ് ആണ് ആര്? ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉണ്ട്. വിസിബിൾ ലൈറ്റിനെ കൂടാതെ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ കാരണമാണ് സൺലൈറ്റ് നമ്മുടെ മേല് വന്ന് പതിക്കുമ്പോൾ നമുക്ക് ചൂട് തോന്നാൻ കാരണം. അല്ലെങ്കിൽ സൂര്യന് ചൂടുണ്ട്, സൂര്യന്റെ രശ്മികൾ മേല് വന്ന് പതിക്കുമ്പോൾ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഉള്ളതിന്റെ കാരണം ആരാണ്? ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ഇനി പേപ്പർ ബേൺ ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മിറർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ട്, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൂര്യൻ്റെ ഇതിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് പേപ്പറിൽ. അപ്പോൾ പേപ്പർ കത്തുമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ കത്താനായിട്ടുള്ള കാരണം ഈ ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ കൺവേർജൻസ് ആണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ കൂടി വന്ന് ആണ് അത് കത്തിക്കുന്നത്. ഓക്കെ. ഇനി വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ എപ്പോഴും പറയുന്നുണ്ട്. മുടി കൊഴിച്ചില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കാരണമായിട്ടല്ലേ. കുറേ പേര് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വൈറ്റമിൻ ഡി മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൺലൈറ്റ് എക്സ്പോഷർ വഴിയിട്ടാണെന്ന് വെച്ചാൽ സൂര്യന്റെ താഴെ നമ്മൾ ചെന്ന് നമ്മുടെ മേല് സൺലൈറ്റ് പതിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് കാരണമായിട്ടുള്ളത് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇൻഫ്രാറെഡ് കാരണം പേപ്പർ ബേൺ ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മീൻസ് കൺവേർട്ട് ചെയ്ത് ബേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചൂട് ഫീൽ ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ കാരണമാണ്. ഇനി അൾട്രാ വയലറ്റ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷന് കാരണമായിട്ടുള്ളത്. ഇനി അപ്പോൾ സോളാർ റേഡിയേഷനിൽ ആരൊക്കെ ഉണ്ട്? വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ട്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഒക്കെ ഉണ്ട്. അവർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എന്ത് വേണ്ട? ഒരു മീഡിയം വേണ്ട എന്ന് പറഞ്ഞാൽ എയർ എന്ന് പറഞ്ഞ ഒരു മീഡിയം വേണ്ട, വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയം വേണ്ട. വാക്വം ആണെങ്കിലും അവരെന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. ഓക്കെ. ദേ ട്രാവൽ ത്രൂ വാക്വം അറ്റ് എ സ്പീഡ് ഓഫ് 3 lakh km/s. ഓക്കെ. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ ആലോചിക്കണം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് ആര് ട്രാവൽ ചെയ്യുന്നത്? ലൈറ്റ് വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് പഠിക്കേണ്ടതാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് എത്രയാണ്? നമുക്ക് ആ 3 ലക്ഷത്തിന് എങ്ങനെ എഴുതാം? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. 3 ലക്ഷം കിലോമീറ്ററിനെയാണ് ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് 3 ലക്ഷം കിലോമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ എന്തും കൂടെ വരും? ഇൻറ്റു ഒരു 1000 കൂടെ വരും. അപ്പോൾ 1 2 3 4 5 6 7 8 ആ 8 പൂജ്യത്തിനെ ഞാൻ 10⁸ എന്നുള്ള രൂപത്തിൽ എഴുതി. ഓക്കെ. മീറ്റർ/സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ. ഇനി സച്ച് റേഡിയേഷൻസ് ആർ നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അപ്പം അങ്ങനെയുള്ള റേഡിയേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ദം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. ഒന്നും കൂടെ അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ്. ഇതിലും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് എന്താണ്? വിസിബിൾ സ്പെക്ട്രത്തിനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്. ഓക്കെ. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അൾട്രാ വയലറ്റിന്റെ പുറകിലാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേവ് ലെങ്ത് കുറവായിരിക്കും എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. അതുപോലെ എനർജിയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോകും തോറും റെഡിന് എനർജി കുറവാണ്, പക്ഷെ ഇവിടെ വയലറ്റിന് എങ്ങനെയാണ്? വയലറ്റിന് ഹൈ എനർജിയാണ്. ഓക്കെ. അതുകൊണ്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഓർഡർലി അറേഞ്ച്മെന്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഈ ഓർഡർലി അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അവർ ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. വി കോൾ ദം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യം തന്നെ റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം ഒന്ന് റീവൈസ് ചെയ്യുന്ന പോലെ പറഞ്ഞു. പിന്നെ ഡിസ്പേർഷൻ എന്താന്ന് പറഞ്ഞു. വേവ് ലെങ്ത്, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഒക്കെ നമ്മൾ റിഫ്രാക്ഷനും അതുപോലെ ഡിസ്പേർഷനും ഒക്കെ കാരണമാവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആർക്കാണ്? റെഡിന് വേവ് ലെങ്ത് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഡീവിയേഷൻ കുറവാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റെയിൻബോ ഫോർമേഷൻ, റീകോമ്പിനേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇത് ജസ്റ്റ് ഒരു ചെറിയ പോർഷനേ ആയിട്ടുള്ളൂ ഈ ചാപ്റ്ററിൻ്റെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമൻസിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.